So, hi students. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള പോർഷനാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് കുറച്ച് വളരെ ചെറിയ കുറച്ച് പോർഷൻസ് കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള യൂസുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് സാധാരണ യൂസ് ചെയ്യാറ്. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടാണ് ടെലികമ്മ്യൂണിക്കേഷൻ, ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ ലോങ് ഡിസ്റ്റൻസ് അല്ലെ. നല്ലൊരു വലിയ ഡിസ്റ്റൻസിൽ നമ്മുടെ വൈഫൈ കണക്ഷൻസ് ആയിക്കോട്ടെ, പിന്നെ ലാൻഡ് ലൈൻ കണക്ഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും വയർലെസ്സിനേക്കാൾ കൂടുതൽ. മറ്റൊന്നാണ് ഇന്റർ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സർവീസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷന്റെ വേറൊരു കാറ്റഗറിയാണ് ഇന്റർനെറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. തേർഡ് വൺ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റിന് മെഡിക്കൽ ആപ്ലിക്കേഷൻസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് എൻഡോസ്കോപ്പി, MRI സ്കാനിങ്, PET സ്കാനിങ്, ഈ പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു സെൻസേഴ്സ്. സെൻസറുകൾ നമ്മൾ ഡെയിലി നമ്മുടെ പല ഡിവൈസുകളിലും ഇപ്പം അറ്റാച്ച്ഡ് ആണ്. അപ്പം ടെമ്പറേച്ചർ, പ്രഷർ വേരിയേഷൻ, സ്ട്രെയിൻ മെഷർമെന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെൻസേഴ്സ് വർക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ, ലാപ്ടോപ്പിൽ, അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ ഇപ്പം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സെൻസറുകൾ. അപ്പൊ ആ സെൻസറുകൾ ഡിറ്റക്ഷൻ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രസൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ബ്രോഡ്കാസ്റ്റിംഗ്, ടെലിവിഷൻ, റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങുകളൊക്കെ, ചാനൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിലിറ്ററി അപ്ലിക്കേഷൻസിന്, അതായത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത്, മിലിറ്ററി പർപ്പസ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു വൈഡ് കാറ്റഗറിന്റെ സബ് കാറ്റഗറീസ് ആണ് വരുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, അതുപോലെ അതിന്റെ മോണിറ്ററിങ് പ്രോസസ്സുകൾ മോണിറ്റർ ചെയ്യാന്, അപ്പം ഈ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ അതിലൂടെ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ലൈറ്റിന്റെ ഫോമിലായിരിക്കും, ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു സെഷനിൽ. ദെൻ ഈ നെക്സ്റ്റ് നമുക്ക് വാട്ട് ഈസ് ദി ലോസസ് ഇൻ ഫൈബർ ഓപ്റ്റിക്സ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ, അതൊക്കെ എന്താണ്, ജസ്റ്റ് ലൈക്ക് നോട്ട് ആൻ ഐഡിയൽ കേസ് അല്ലെ. നമുക്ക് ഒരിക്കലും നമ്മുടെ റിയൽ ലൈഫിൽ ഒരു ഐഡിയൽ കേസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള പാരാമീറ്റേഴ്സ് എപ്പോഴും വേരി ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എത്ര ഐഡിയൽ കേസ് ഏത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തിന് കൺസിഡർ ചെയ്യാറുണ്ട്, നമ്മൾ അത് അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഒരിക്കലും തന്നെ നമുക്ക് എന്തല്ല, ഒരു ഐഡിയൽ കേസ് അച്ചീവബിൾ അല്ല നമ്മുടെ റിയൽ ലൈഫിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബർ, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഇംപെർഫെക്ഷൻസ് അതിൽ ഉണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലുള്ള ഇംപെർഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയലിനെ കൊണ്ടുള്ള ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കൊണ്ടുള്ള ഇംപെർഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പോസിബിൾ ആവില്ല. അതിന് ചെറിയ ലോസുകൾ ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, കാരണം ഐഡിയൽ കേസ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ലോസുകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അത് നമ്മൾ അറ്റനുവേഷൻ എന്നാണ് പറയുന്നത്, അറ്റനുവേഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പൊ എന്താണ്, ദ പവർ ഓഫ് എ ലൈറ്റ് ബീം ട്രാവലിംഗ് ത്രൂ എൻ ഒപ്റ്റിക്കൽ ഫൈബർ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഡിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിംഗ്. അപ്പം നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കാറ്ററിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അബ്സോർപ്ഷൻ നടക്കാനുള്ള ചാൻസ്. കാരണം എന്തുകൊണ്ടാണ്, കാരണം ഈ ലൈറ്റ് ഒരു ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, അത് വയറിലൂടെ, ഈ മെറ്റീരിയൽ കോറിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അപ്പൊ കോർ ഉണ്ടാക്കിയ മെറ്റീരിയൽ ഉണ്ടാവും. ആ മെറ്റീരിയലിന് സം പ്രോപ്പർട്ടി ആയിരിക്കും, അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആയിരിക്കാം. ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന് സം അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉണ്ടാവും. ദെൻ മറ്റൊരു പ്രോപ്പർട്ടി ഇതാണ്, സ്കാറ്ററിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്ട്രക്ചറുകൾ, അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ സ്ട്രക്ചറിന്റെ ബേസിൽ അതിൽ സ്കാറ്ററിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പവർ എന്ത് ചെയ്യാൻ, ലോസ് ചെയ്യാൻ. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ പവർ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്തോളണമെന്നില്ല, റിസീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനാണ് നമ്മൾ ലോസ് എന്ന് പറയാം. ഓക്കെ. ദെൻ അറ്റന്യൂവേഷൻ ഈസ് ടിപ്പിക്കലി മെഷർ ഇൻ ഡെസിബൽ പെർ കിലോമീറ്റർ എന്നുള്ള ഒരു യൂണിറ്റിലാണ് നമ്മൾ അറ്റന്യൂവേഷനെ മെഷർ ചെയ്യാറുള്ളത്, ഡെസിബൽ പെർ കിലോമീറ്റർ. ഇനി ഓവറോൾ അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ള ഒരു സംഭവമാണ്, ദാറ്റ് ഈസ് ആൽഫ, ദാറ്റ് ഈസ് മെഷർ ഇൻ ഡെസിബൽ. അപ്പൊ ഓവറോൾ അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ ഡെസിബലിലാണ് മെഷർ ചെയ്യുക. ആൽഫന്റെ ഇക്വേഷൻ ആണ് 10 ലോഗ് പി ഇൻ ബൈ പി ഔട്ട്. പി ഇൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത പവർ എത്രയാണ്, പി ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയ പവർ എത്രയാണ് എന്നുള്ള മെഷർമെന്റ് ആണ്. അപ്പൊ അതിന്റെ ലോഗരിതം എടുത്താൽ നമുക്ക് ആൽഫ ഓവറോൾ അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് കിട്ടും മൊത്തത്തിലുള്ള. ദെൻ ദാറ്റ് ഈസ് ഇൻ ഡി ബി, ഡെസിബൽ എന്നുള്ള യൂണിറ്റിലേക്കും കിട്ടും ഡി ബി. അത് നിങ്ങൾ ഓർത്ത് വെക്കട്ടെ, ഈ യൂണിറ്റ് വേണം. അപ്പൊ അറ്റന്യൂവേഷൻ എന്നുള്ളത് മാത്രമാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഡെസിബൽ പെർ കിലോമീറ്റർ എന്ന് പറയും. അപ്പം ഈ ഇക്വേഷനിൽ ഒരു 1/ലെങ്ത് എന്നുള്ള ഒരു ഫാക്ടർ കൂടി അതിൽ വരും. ഓക്കെ, ഡീറ്റെയിൽഡ് അതിൽ പോകേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് വെച്ചൊരു പ്രോബ്ലം നിങ്ങളെ പ്രീവിയസ് എക്സാമിന് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഫൈബർ ആണ്. എൽ നമ്മുടെ ഇക്വേഷനിലില്ല, ബട്ട് നമ്മൾ അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് എടുക്കുകയാണെങ്കിൽ, ഇത് ഓവറോൾ അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് ആണ്. അറ്റന്യൂവേഷൻ കോഎഫിഷ്യന്റ് എടുക്കുകയാണെങ്കിൽ, അതായത് അറ്റന്യൂവേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡെസിബൽ പെർ കിലോമീറ്ററിലായിരിക്കും. അപ്പൊ ഒരു 1/Lന്റെ ഫാക്ടർ കൂടെ വരും. അതിൽ എൽ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, അതായത് ആ ലെങ്ത് ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ഇതിന്റെ സബ് കാറ്റഗറി. അറ്റന്യൂവേഷനും മെയിൻ ആയി അബ്സോർപ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിന്റെ അബ്സോർപ്ഷൻ ലോസ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മെറ്റീരിയൽ അബ്സോർപ്ഷൻ നടക്കാം, അതായത് ഒപ്റ്റിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി വിതിൻ ദി ഫൈബർ. ഇപ്പൊ ഫൈബറിന്റെ ആ കോറിലൂടെ പോകുന്ന സമയത്ത് ഹീറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പവർ നഷ്ടപ്പെട്ടു പോവാം. ദിസ് ഈസ് കോസ്ഡ് ബൈ ആൻ ഇമ്പ്യൂരിറ്റി ഇൻ ദി ഫൈബർ മെറ്റീരിയൽ, യൂഷ്വലി സിലിക്ക, ദാറ്റ് അബ്സോർബ് ദി ലൈറ്റ്. ഇപ്പൊ നോർമലി നമ്മൾ സിലിക്ക ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ സിലിക്ക എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അത് അബ്സോർബ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ലൈറ്റിന്. അത് കാരണം എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായത് കൊണ്ടാണ് അല്ലെ. ഇമ്പ്യൂരിറ്റീസ് എന്താണ്, നമ്മളൊരു കോർ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം, കാരണം ഐഡിയൽ അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യാം, അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും ഹീറ്റ് എനർജി ആയിട്ട് നമ്മുടെ എനർജി അല്ലെങ്കിൽ പവർ ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മെറ്റീരിയൽ അബ്സോർപ്ഷൻ ലോസ് വരുന്നത്. ഇനി ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറിന്റെ അബ്സോർപ്ഷൻ തന്നെയാണ്. എന്താണ്, ലൈറ്റ് എനർജി ഇസ് അബ്സോർബ്ഡ് ബൈ ദി ഫൈബർ പെർട്ടിക്കുലർലി അറ്റ് ലോങ്ങർ വേവ് ലെങ്ത്. ഇപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, പവർ ലോസിന് ഒരു കോസ് ആയിട്ട് വരാറുണ്ട്. ഈ ഒരു ടൈപ്പ് കാറ്റഗറിനെ നമ്മൾ ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ലോങ്ങർ വേവ് ലെങ്ത്, അതായത് ഹൈ വേവ് ലെങ്ത് വരികയാണെങ്കിൽ അബ്സോർപ്ഷൻ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആയിട്ട് നടക്കും. അപ്പോൾ അതിന് നമ്മൾ ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ എന്ന് പറയും. ഓക്കെ. ഇപ്പൊ രണ്ട് അബ്സോർപ്ഷൻ ലോസുകൾ തന്നെയാണ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലായി. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇമ്പ്യൂരിറ്റിന്റെ പ്രസൻസ് കൊണ്ട് അത് അബ്സോർബ് ചെയ്യുകയും ഹീറ്റ് എനർജി ആയിട്ട് അത് ലോസ് ചെയ്യുകയും ചെയ്യുന്ന മെക്കാനിസം. ദെൻ സെക്കൻഡ് വൺ ആണ് സ്കാറ്ററിംഗ് ലോസ്. ഇതൊക്കെ ജസ്റ്റ് ലോസുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, അതിന്റെ ബിഹൈൻഡ് വലിയ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് റീസൺ അറിഞ്ഞിരിക്കുക എന്നുള്ള. സോ ഇറ്റ് ഈസ് ഡോമിനന്റ് ഫോം ഓഫ് എ സ്കാറ്ററിംഗ്. അപ്പം സ്കാറ്ററിംഗ് ലോസ് അതിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ലോസ് എന്ന് പറയുന്നത് റാലെ സ്കാറ്ററിംഗ് ഒക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിലും അതുപോലെ ഇതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റാലെ സ്കാറ്ററിംഗ് കൊണ്ടുള്ള ഒരു സ്കാറ്ററിംഗ് ലോസ് ആണ് ഏറ്റവും ഇതില് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഡോമിനൻസ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ അപ്പം അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒക്കെ ഡ്യൂ ടു ദി മൈക്രോസ്കോപ്പിക് വേരിയേഷൻ ഇൻ ദി ഫൈബർ മെറ്റീരിയൽ ഡെൻസിറ്റി ആൻഡ് കോമ്പോസിഷൻ. നമ്മൾ ഇത് ബിൽഡ് ചെയ്യാൻ, കോർ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ മെറ്റീരിയൽ ഏത് കോർ ഏത് മെറ്റീരിയലിനെ കൊണ്ടാണോ എന്താണ് പറയാ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, ആ മെറ്റീരിയൽ ഡെൻസിറ്റിയുടെ മൈക്രോസ്കോപ്പിക് വേരിയേഷൻ, മാക്രോസ്കോപ്പിക് എന്നല്ല പറഞ്ഞത്, മൈക്രോസ്കോപ്പിക് വേരിയേഷൻ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെറ്റീരിയൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോമ്പോസിഷനും ഡെൻസിറ്റിയും ഒക്കെ യൂണിഫോം ആക്കി വെക്കണമെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വരെ അതിന് കഴിയുള്ളൂ.
അപ്പോൾ സ്മോൾ മൈക്രോസ്കോപ്പി വേരിയേഷൻ അതിൽ ഉണ്ടായാൽ ബട്ട് ലൈറ്റ് അതെന്ത് ചെയ്യും, അതിന്റെ റെസ്പോൺസ് വളരെ എഫിഷ്യന്റ് ആണ്. അപ്പൊ ലൈറ്റ് എന്ത് ചെയ്യും, ഈ സ്മോൾ മൈക്രോസ്കോപ്പി വേരിയേഷനിൽ വെച്ചിട്ട് സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റാലെ സ്കാറ്ററിംഗ് എന്ന് പറയാം. സോ ദിസ് സ്കാറ്ററിംഗ് റീഡയറക്റ്റഡ് ലൈറ്റ് ഫ്രം ദി കോർ കോസിംഗ് ലോസ്. അപ്പൊ ഇത് റീഡയറക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ലൈറ്റ്, കോറിലൂടെ മൂവ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യും, അതിനെ റീഡയറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും, സ്മൂത്ത് ഫ്ലോനെ അത് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും, അത് സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ആവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഇതാണ് സ്കാറ്ററിംഗ് കൊണ്ടുള്ള ലോസ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, റേലെ സ്കാറ്ററിംഗ് ആണ് ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് ഇതിൽ. അതിനുള്ള റീസൺ മൈക്രോസ്കോപ്പിക് വേരിയേഷൻ ഓഫ് മെറ്റീരിയൽ ഡെൻസിറ്റീസ് ആൻഡ് കോമ്പോസിഷൻ. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, നമുക്ക് ഒരിക്കലും തന്നെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്സ് അല്ലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐഡിയൽ എന്നുള്ള ഒരു കേസ് നമ്മുടെ റിയൽ ലൈഫിൽ എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള സ്മോൾ എന്താ വേരിയേഷൻസ് നമ്മൾ എത്ര പ്രിക്കോഷൻസ് എടുത്താലും നമ്മുടെ എൻവിറോൺമെന്റിലുള്ള ചില കോസ് കൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ ആ ഒരു ഐഡിയൽ എന്നുള്ള കോൺസെപ്റ്റിൽ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ലോസുകൾ നമ്മൾ എന്ത് ബിൽഡ് ചെയ്താലും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ലോസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതെന്തിനാ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം മിനിമൈസ് ദാറ്റ് ലോസ്. ആ ലോസുകളെ മാക്സിമം മിനിമൈസ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളത്. അങ്ങനെ മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഏത് കേസ് ആയാലും. ദെൻ നെക്സ്റ്റ് ഒരു അറ്റനുവേഷൻ ആണ് ബെൻഡിങ് ലോസ്. നമ്മൾ അബ്സോർപ്ഷൻ ലോസ് പറഞ്ഞു, അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ലോസ് പറഞ്ഞു. മറ്റൊന്നാണ് ബെൻഡിങ് ലോസ്. ബെൻഡിങ് ലോസ് സിമ്പിൾ ആണ്. ഒന്നാമത്തെ മാക്രോ ബെൻഡിങ്ങും ഒന്നാമത്തെ മൈക്രോ ബെൻഡിങ്ങും ഉണ്ട്. അപ്പം ഈ മാക്രോ ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the fiber bend at large radius, some light can escape from the core resulting in the loss. ഇത് സിമ്പിൾ ആണ്. നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നിങ്ങൾ ഇത് ലാബിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. PGക്കോ UGക്കോ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഈ ബെൻഡിങ് ലോസ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ ചെയ്യാറുണ്ട് ബെൻഡിങ് ലോസ് ഒക്കെ മെഷർ ചെയ്യുക. ഒന്നുമില്ല, നമ്മളെ ആ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ വയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമ്മൾ എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്ത് വെക്കുക. ലാർജ് റേഡിയസിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുക, അതായത് ബെൻഡ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യും, ഈ ലൈറ്റ് കോറിലൂടെ പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യൂല. അതിന് കാരണം എന്താണ്, ബെൻഡിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്നും പോസിബിൾ ആയിട്ട് നടന്നോളന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ലൈറ്റ് അതിലൂടെ മൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കോറിന് എസ്കേപ്പ് ചെയ്ത് പോകും. എസ്കേപ്പ് ചെയ്ത് പോയാൽ എന്താണ്, ലോസ് സംഭവിക്കും. കാരണം കോറിലൂടെയാണ് ഡാറ്റ എന്ത് ചെയ്തത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതിനാണ് മാക്രോ ബെൻഡിങ് എന്ന് പറയുന്നത്. ലാർജ് ഡിസ്റ്റൻസിൽ വയറിന് എന്ത് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ള ഫിനോമിനൊക്കെ വയലേറ്റ് ചെയ്ത് അതെന്ത് ചെയ്യും, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകും. ഓക്കെ, ഇനി മൈക്രോ ബെൻഡിങ് എന്ന് പറഞ്ഞാലോ, കോസ്ഡ് ബൈ സ്മോൾ മൈക്രോസ്കോപ്പിക് ബെൻഡിങ് ഇൻ ദി ഫൈബർ. ചെറിയ ചെറിയ ബെൻഡിങ്ങുകൾ ഉണ്ടാവാം. നമ്മൾ എത്ര നിവർത്തി വെച്ചാലും സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാലും നമ്മളല്ലേ. അപ്പൊ അതിൻ്റെതായ ചെറിയ ബെൻഡിങ്സ്, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി മൈക്രോ ബെൻഡിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്, മെക്കാനിക്കൽ പ്രഷർ ഓർ സ്ട്രെസ്. മെക്കാനിക്കൽ പ്രഷർ ഓർ സ്ട്രെസ് എന്ന് നമ്മൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സ്ഥലത്തിന്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സംഭവമാണ്. ഇനിയിപ്പോ നമ്മൾ അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവെക്കുകയോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കൈ അവിടെ അമർത്തി വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറോ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ബെൻഡിങ് പോലും എന്ത് ചെയ്യാം, ലൈറ്റ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകാനും അത് നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന പവറിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന പവറിനേക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക. ഇതിനാണ് നമ്മൾ ലോസ് എന്ന് പറയുക. അപ്പൊ മാക്രോ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡിസ്റ്റൻസിനും മൈക്രോ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്മോൾ എന്താ പറയുക ബെൻഡിങ്ങുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇത്രയാണ് അറ്റുനുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലുള്ളത് ലോസുകൾ. ഇനി മറ്റൊരു ലോസ് ആണ് ലീക്കി മോഡ്സ് എന്ന് പറയാം. മോഡ്സ് എന്താന്നുള്ളത് നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡിങ് വേവ്, പോസിബിൾ സ്റ്റാൻഡിങ് വേവ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ആസ് എ വേവ്, ഇപ്പൊ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്റ്റാൻഡിങ് വേവ്സ് അതിലുണ്ട്, പോസിബിൾ ആയിട്ടുള്ള അതിനാണ് മോഡ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതെന്താ സംഭവം, ലീക്കി മോഡ്സ് എന്താന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്.
This is a type of mode in which light is not fully confined with the fiber core and gradually leak out into the cladding or even outside of the fiber. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നോർമൽ ഗൈഡഡ് മോഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഗൈഡഡ് മോഡ് ഓർത്ത് വെക്കുക. ഗൈഡഡ് മോഡ്. അപ്പൊ ഗൈഡഡ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് കോറിന്റെ ഉള്ളിലൂടെ, ഇതിപ്പോ കോർ ആണെങ്കിൽ ഈ കോറിന്റെ ഉള്ളിലൂടെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്ന വേവ്സ്. പ്രോപ്പർ ഇതിന്റെ ഉള്ളിലൂടെ, കോറിന്റെ ഉള്ളിലൂടെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഈ വേവ്സിനെ നമ്മൾ ഗൈഡഡ് മോഡ് എന്നാണ് പറയാം. അപ്പൊ ലീക്കി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല എന്താ പറയാ, നമ്മളെ എന്താ പറയാ, അപ്പൊ മാനുഫാക്ചറിന്റെ ഡിഫക്റ്റ്, എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം ഈ മോഡ്സ്, ചില മോഡ്സുകൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഇതിലൂടെ അല്ലാതെ നേരെ ക്ലാഡിങ്ങിലേക്കൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഔട്ട്സൈഡിലേക്ക് തന്നെ പോവാം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരം വേവ്സിനെ, ഇത്തരം മോഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലീക്കി മോഡ്സ് എന്ന് പറയാം. അത് പല റീസണുകൾ കൊണ്ടുണ്ടാവാം. ലീക്കി മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈറ്റ് ഈസ് നോട്ട് ഫുള്ളി കൺഫൈൻഡ് വിത്ത് ദി ഫൈബർ കോർ ആൻഡ് ഗ്രാജുവലി ലീക്ക് ഔട്ട് ഇൻ ടു ദി ക്ലാഡിംഗ് ഓർ ഔട്ട്സൈഡ് ദി ഫൈബർ. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു മോഡ് കോറിന്റെ പുറത്തേക്ക് സ്പ്രെഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ആ മോഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീക്കി മോഡ്സ് എന്ന് പറയാം. ഓക്കെ. ദെൻ അൺലൈക്ക് ഗൈഡഡ് മോഡ്സ് വിച്ച് സ്റ്റേ കൺഫൈൻ ആൻഡ് പ്രൊപ്പഗേറ്റ് ത്രൂ ദി കോർ. അപ്പൊ ഗൈഡഡ് മോഡ് എന്താണ് അവിടെ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഗൈഡഡ് മോഡ് എന്താണ്? കംപ്ലീറ്റ്ലി കൺഫൈൻ ഇൻ ദി കോർ ആയിരിക്കും. ബട്ട് ലീക്കി മോഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് എന്ത് ചെയ്യും, ലീക്ക് ഔട്ട് ചെയ്യും. ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി അവിടെ എന്ത് ചെയ്യും, അവിടെ അറ്റന്യൂവേഷൻ ആണ് നടക്കുക, ലോസ് ആണ് നടക്കുക, അല്ലെ? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ടിൽ അതിനെ എന്ത് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് നമ്മൾ ലീക്കി മോഡ്സ് എന്ന് പറയാം കേട്ടോ. ലീക്ക് ചെയ്യുന്ന മോഡ്സ് എന്നുള്ള മീനിങ് ആണ്. ഞാനുള്ള റീസൺ ആണ് ഫൈബർ ഡിസൈൻ. ഫസ്റ്റ് വൺ നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള ഫൈബറിനെ, കോർ ഓർ ടു ക്ലാഡിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോട്ട് ഹൈ ഇനഫ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോറിന്റെയും ക്ലാഡിങ്ങിന്, കോറിനാണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണ്ടതെന്നും ക്ലാഡിങ്ങിന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ഡിഫറൻറ്റ് വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിൽ ഈ ലീക്കി മോഡ്സിന് ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും, ക്ലാഡിങ്ങിലേക്ക് ലീക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇംപ്രോപ്പർ മോഡ് ലോഞ്ചിങ്. മോഡ് ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആക്സെപ്റ്റൻസ് ആംഗിൾ എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ലൈറ്റ് പ്രോപ്പർ ആയിട്ടല്ല ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. അതായത് ഫൈബർ ഒപ്റ്റിക്സിലേക്ക്, അല്ലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഒക്കെ വയലേറ്റ് ചെയ്തിട്ട് അത് എങ്ങോട്ട് ഔട്ട്സൈഡിലേക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ ക്ലാഡിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഈ മോഡ്. ഓക്കെ. മറ്റൊന്നാണ് കോർ ക്ലാഡിംഗ് ബൗണ്ടറി. ഹയർ ഓർഡർ മോഡ്സ് ക്യാൻ എക്സ്റ്റെൻഡഡ് ടു ഫാർ ഇൻ ടു ദി ക്ലാഡിംഗ് റിസൾട്ടിങ് ഇൻ എ പോർഷൻ. ഹയർ ഓർഡർ മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് മോഡ്സ്, അതായത് അത് ജസ്റ്റ് എന്തായിരിക്കും, കോറ് ക്ലാഡിങ് ആ ബൗണ്ടറിനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. അതൊരു പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്ലാഡിങ്ങിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹയർ ഓർഡർ മോഡ്സ്. ഓക്കെ. ഹയർ ഓർഡർ മോഡ്സിന്റെ പ്രസൻസ് വളരെ കുറവായിരിക്കും, പക്ഷെ ആ ഉള്ളത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ക്ലാഡിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാം. അങ്ങനെ എന്തുണ്ടാവാം, ലീക്കി മോഡ്സ് വിസിബിൾ ആവുന്നു. ഓക്കെ. അപ്പം ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോസുകൾ പഠിക്കാനുള്ളത്. റീസൺസ്, 3 മെയിൻ റീസൺ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻസ് അല്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് ഈ ലീക്കി മോഡ് സംഭവിക്കുന്നത്. ദെൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ഈ ലീക്കി മോഡ്സ് എങ്ങനെ മിനിമൈസ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റില്ല, ബട്ട് ജസ്റ്റ് മിനിമൈസ് ദാറ്റ്. ടു പ്രിവെന്റ് ദി ഒക്കറൻസ് ഓഫ് ലീക്കി മോഡ്, പ്രോപ്പർ ഫൈബർ ഡിസൈൻ ചെയ്യുക. കൺട്രോൾ ഓഫ് ദി ഇൻപുട്ട് ലൈറ്റ് കണ്ടീഷൻ ആർ എസെൻഷ്യൽ. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒക്കർ ചെയ്യുന്ന രീതിയിൽ ലൈറ്റിന് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീക്കി മോഡ്സിന്റെ പ്രസൻസ് നമുക്ക് വളരെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ എന്താണോ റീസണ്, നമ്മൾ അതിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മളെ ഈ പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നത്. ആ പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ദെൻ ഇതൊരു വേറൊരു ഇമ്പോർട്ടന്റ് കാറ്റഗറി ആയിട്ടുള്ള ഒരു ലോസ് ആണ്. ഡീഗ്രഡേഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ when the fiber is exposed to ionizing radiation. Just
ഗാമാ റേ, എക്സ്റേ ഒരു ഹൈ എനർജി പാർട്ടിക്കിൾ. അതായത് ഈ നമ്മളെ റേഡിയേഷൻ, അയണൈസിങ് റേഡിയേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗാമാ റേ, എക്സ്റേ, ഹൈ എനർജി പാർട്ടിക്കിൾസിന്റെ പ്രസൻസ്. നിങ്ങൾ പാർട്ടിക്കിൾ ഫിസിക്സിലും ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രസൻസ് കൊണ്ട് ഫൈബർ എന്ത് ചെയ്യും, എക്സ്പോസർ ആവുക എന്ന് പറഞ്ഞിട്ട് അതിന് ഡാമേജ് സംഭവിക്കാം. ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യില്ല, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകില്ല അതിലെങ്ങനെ, അല്ലെ? അതിന് മെറ്റീരിയൽ ഡിഫക്റ്റുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള അങ്ങനെ ഡിഫക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പവർ ലോസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ സ്കാറ്ററിംഗ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസ്. This type of loss is particularly important in environment like space, nuclear facilities and medical equipment where fiber are subjected to radiation exposure. അപ്പൊ ഇത് കൂടുതലായിട്ട് കണ്ടുവരികയാണ് സ്പേസിൽ ഭയങ്കര ന്യൂക്ലിയർ റേഡിയേഷൻസ് ഉണ്ടാവാം. ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്തെങ്കിലും യൂസസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാം, ഔട്ട്സൈഡിൽ നിന്ന് ഇതിന്റെ പ്രസൻസ്, റേഡിയേഷന്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒപ്റ്റിക്കൽ ഫൈബറിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സ്പോഷർ അതായത് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിലൊക്കെ ആണ് അത് കൂടുതലായിട്ട്, അതായത് ന്യൂക്ലിയർ പ്രസൻസ്, ന്യൂക്ലിയർ എന്താ പറയാ അയണൈസിങ് റേഡിയേഷൻസിന്റെ പ്രസൻസ് ഉള്ള പ്ലേസുകളിലാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ കൂടുതലായിട്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ റേഡിയേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്. ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കാറ്ററിങ്ങോ അബ്സോർപ്ഷനോ ഒക്കെ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ലോസ് സംഭവിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസ് എന്ന് പറയാം. റേഡിയേഷൻ കൊണ്ട് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലോസ്. ദെൻ അതിന് സം മെക്കാനിസംസ് ആണ്. ഒന്ന്, ദ റേഡിയേഷൻ ക്യാൻ കോസ് ഡിഫക്ട് ഇൻ ദി ഗ്ലാസ് സ്ട്രക്ചർ. എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ റേഡിയേഷൻ എന്ത് ചെയ്യും, ഗ്ലാസ് സ്ട്രക്ചർ, നമ്മളെ കോറിന്റെ സ്ട്രക്ചറിന് എന്ത് ചെയ്യും, ഡിഫക്ട് ഉണ്ടാക്കും. ഓക്കെ, ദീസ് ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കാൻ പേരാണ് കളർ സെന്റർ എന്ന് പറയാം. കളർ സെന്റർ, അതായത് ഈ സെന്ററുകൾ എന്ത് ചെയ്യും, അബ്സോർബ് ലൈറ്റ് അറ്റ് സർട്ടൈൻ വേവ് ലെങ്ത് ലീഡിങ് ഇൻക്രീസ് ഇൻ ആറ്റുനേഷൻ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലൈറ്റിൽ നിന്നും ഒരു സർട്ടൈൻ വേവ് ലെങ്ത്തിന് ഈ കളർ സെന്റേഴ്സ് എന്ത് ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് ഒരു സർട്ടൈൻ വേവ് ലെങ്ത്തിന് അതവിടെ അബ്സോർബ് ചെയ്ത് വെച്ചാൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യൂല, ആ ഒരു സർട്ടൈൻ വേവ് ലെങ്ത് കിട്ടൂല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഡാറ്റ കൊടുത്തു, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിന് അത് അയാൾ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്നും അയാൾ എന്ത് ചെയ്യും, ഒഴിവായി പോകും. അപ്പൊ നമുക്കൊരു ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുകയെന്ന് മാത്രം. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റേഡിയേഷൻ ക്യാൻ ഓൾസോ എഫക്ട് ദി ഡോപ്പിംഗ് മെറ്റീരിയൽസ്, എക്സാമ്പിൾ ജെർമേനിയം യൂസ്ഡ് ഇൻ ദി ഒപ്റ്റിക്കൽ ഫൈബർ കോൺട്രിബ്യൂഷൻ ആൻഡ് അഡീഷണൽ ലോസ്. ഇനി ഡോപ്പിംഗ് മെറ്റീരിയൽസിന്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യാം, എഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ റേഡിയേഷൻ. അതായത് ജെർമേനിയം പോലുള്ള നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ എൻഹാൻസ് ചെയ്യാൻ ചിലപ്പോൾ ഡോപ്പ് ചെയ്യേണ്ടി വരും കോറിന്റെ മെറ്റീരിയലിന്റെ കൂടെ. അപ്പൊ ഇത് കൂടുതൽ എന്ത് ചെയ്യും, റേഡിയേഷൻ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ലോസ് കൂടാനും എന്തുണ്ട്, ചാൻസ് കൂടുതലാണ്. ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് ഡിഫക്റ്റ് ഉണ്ടാവുന്നത് റേഡിയേഷനെ കൊണ്ട്. റേഡിയേഷനെ ഉണ്ടാകുമ്പോൾ എക്സ്പോഷർ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, കളർ സെന്റർ ആയിട്ടും അത് സർട്ടൻ വേവ് ലെങ്ത്തിന് എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രാൻസിയന്റ് ലോസ് ആണ്. ഒപ്റ്റിക്കൽ ലോസ് ഇൻക്രീസ് ടെമ്പററിലി ഡ്യൂറിങ് റേഡിയേഷൻ എക്സ്പോഷർ, മേ റിക്കവർ ആഫ്റ്റർ റേഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് റിക്കവർ ചെയ്യുന്ന സം ലോസുകൾ ഉണ്ടാവും. റേഡിയേഷന്റെ എന്താണ് പറയാ സോഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാവുന്ന എന്താ പറയാ ലോസുകളെ നമ്മൾ എന്താ പറയുക, ട്രാൻസിയന്റ് ലോസ് എന്ന് പറയാം. റേഡിയേഷൻ ഇൻഡ്യൂസ്ഡിലെ മറ്റൊരു കാറ്റഗറിയാണ് ട്രാൻസിയന്റ്, അതായത് ടെമ്പററി ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി പെർമനന്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇതിനെ കൊണ്ടുണ്ടായ ഡാമേജ് കൊണ്ട് ലോങ് ടേം ആയിട്ട് എക്സ്പോഷർ സംഭവിക്കാം ഇത് റേഡിയേഷനെ കൊണ്ട്. അതായത് ആ റേഡിയേഷൻ സോഴ്സ് അവിടെ നിന്ന് പോയാലും അതിന്റെ ഡിഫക്റ്റ് എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. അതായത് ഹൈ സ്ട്രെങ്ത് ഉള്ള റേഡിയേഷൻസ് ഒക്കെ ആണ് വരുന്നെങ്കിൽ ആ ഡിഫക്റ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് എല്ലാ സമയവും നമ്മൾ ആ ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉണ്ടാവും. അത്രയും കാലം നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് അത്രത്തോളം ലോസുകളും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പല മെക്കാനിസംസും ഉണ്ട്. നല്ല ഹൈ ഷീൽഡ് പ്രൊട്ടക്ഷൻ കൊടുത്താലൊക്കെ മതി. അപ്പൊ എത്ര കൊടുത്താലും ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങളെ റിമെമ്പർ ചെയ്യാണ്, ഒരിക്കലും നമുക്ക് എന്തല്ല ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ കൊടുത്താലും എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് അതിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മെറ്റീരിയൽസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം ലോസ് എന്നുള്ള പോസിബിലിറ്റി എത്രത്തോളം മിനിമൈസ് ചെയ്യാം അത്രത്തോളം നമ്മൾ മിനിമൈസ് ചെയ്യാം എന്നല്ലാതെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. ആ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലോസ് ആണ് ഇൻഹറന്റ് ഡിഫക്റ്റ് ലോസ് ഇൻ ഫൈബർ. ഇൻഹറന്റ് ഡിഫക്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻ ഇൻ ദി ഫൈബർ മെറ്റീരിയൽ ആൻഡ് സ്ട്രക്ചർ ഡ്യൂ ടു ദി മാനുഫാക്ചറിങ്. ഇത് നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യും, അതിന്റെ സ്ട്രക്ചർ, മെറ്റീരിയൽസ്, ഓരോ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് മോഡൽ ചെയ്യുന്ന സ്ട്രക്ചർ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡിഫക്ട്സുകൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മെറ്റീരിയൽ നമ്മളിപ്പോ ഒരു മെഷീൻ ഉപയോഗിച്ച്, ഈവൻ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആ മെഷീൻ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനെ എഫക്ട് ചെയ്യും. ഈ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇതുണ്ട്, പിന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പ്രഷർ ഇത്ര ആവണം, മറ്റേത് ഇത്ര ആവണം, ഓരോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഓരോ എക്യുപ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ട്. ഈ കണ്ടീഷനിലൊക്കെ എന്തെങ്കിലും സ്മോൾ വേരിയേഷൻ ഉണ്ടായാൽ പോലും അത് എന്തിനെ എഫക്ട് ചെയ്യും? നമ്മുടെ കോറിനെ എഫക്ട് ചെയ്യുകയും ആ കോറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫക്റ്റ് ഉണ്ടാക്കാൻ, എഫക്ട് ചെയ്യാൻ മീൻസ് ഡിഫക്ട്സുകൾ ഉണ്ടാവും ആ കോമ്പോസിഷനിലൊക്കെ. ഇത് സ്കാറ്ററിങ്ങോ അബ്സോർപ്ഷനോ ഒക്കെ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. അങ്ങനെ ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ലോസ് സംഭവിക്കും. ഇതിനാണ് ഇൻഹറന്റ് ഡിഫക്റ്റ് ലോസ് എന്ന് പറയാം. അത് മാനുഫാക്ചറിങ്ങിലൂടെ ഉണ്ടാവുന്ന ലോസ്. ഓക്കെ, ഇത് നമ്മുടെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ഉണ്ടാവുക, കാരണം മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ, ദെൻ അതിനുള്ള റീസൺസ് പറഞ്ഞാൽ ഒന്ന് മെറ്റീരിയൽ ഇംപെർഫെക്ഷൻ ആണ്. നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൽ ഇംപെർഫെക്ഷനോ അല്ലെങ്കിൽ മൈക്രോ ബബിൾസ് ഉണ്ടാവുക. നമ്മുടെ അത്രയും നമ്മൾ എന്താ പറയാ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽസിനുള്ള ബബിൾസ്, എയർ ബബിൾസ് ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ഉണ്ടെങ്കിൽ ലോസ് കൂടുകയാണ് ചെയ്യാം. ഓക്കെ, മറ്റൊന്നാണ് റയലൈസ് സ്കാറ്ററിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് റയലൈസ് സ്കാറ്ററിങ്. വായിച്ചു നോക്കിയാൽ മതി. അബ്സോർപ്ഷൻ ലോസ് ഒക്കെ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ഇൻഹറന്റ് ലോസിൽ ഉണ്ടാവും. കാരണം എന്താണ്? ഇൻഹറന്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സമയത്തേ ഉണ്ട്, മാനുഫാക്ചറിന്റെ സമയത്ത്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവില്ല പിന്നെ ആ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ. കാരണം ഡിഫക്റ്റുകൾ അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോർ ക്ലാഡിംഗ് ഇന്റർഫേസ് ഡിഫക്റ്റ്, അതായത് കോറും ക്ലാഡിംഗ് എന്ത് ചെയ്യാം? ഇംപെർഫെക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്റർഫേസ് പ്രോപ്പർ അല്ലാതിരിക്കുക. ഞാൻ പറഞ്ഞ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വേരിയേഷൻ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ മൈക്രോ ബെൻഡിങ്, മാക്രോ ബെൻഡിങ്, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ് കൺട്രോൾ, അതായത് ഈ നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, പല ടെക്നിക്കുകളിലൂടെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുക? മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഓരോ ടെക്നിക്കിന്റെയും ഓരോ എന്തുണ്ടാവും? കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് ഒക്കെ വയലേറ്റ്, ചെറിയ രീതിയിൽ തന്നെ വേരിയേഷൻ സംഭവിച്ചാൽ അത് എന്തിനെ എഫക്ട് ചെയ്യും? നമ്മുടെ ഈ ഒരു ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക്കൽ കേബിളിനെ അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അതാണ് മാനുഫാക്ചറിങ് പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡിഫക്റ്റുകൾ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോസുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ പല ടൈപ്പ് ലോസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം വായിച്ചു നോക്കി, എല്ലാത്തിലും ഏകദേശം ഒക്കെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഓരോ ലോസും ഡിഫറെന്റ് കോസുകളെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു സ്റ്റഡീന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ലോസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിക്കുക എന്നുള്ള. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ല, ബട്ട് എക്സാമിന് കണ്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ മാത്രം. അതിന്റെ വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മാസർ, ലേസർ ആണ് നിങ്ങൾ പഠിച്ചത്. മാസർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക എക്യുപ്മെന്റ് കൂടി ഉണ്ട്. എന്തിനാ യൂസ് ചെയ്യാന്നുള്ളത്? മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ. അപ്പൊ മൈക്രോവേവിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പോസിബിൾ ആവുന്നത്. മൈക്രോവേവ് എന്താന്നൊക്കെ നിങ്ങൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലേക്കും ഡീറ്റെയിൽ പോകുന്നില്ല. Then it is device that produce coherent microwave radiation through the process of stimulated emission. അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷനിലൂടെ നേരത്തെ നമുക്ക് വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഒക്കെ അതിനനുസരിച്ചുള്ള സൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രക്ചറുകളായിരിക്കും യൂസ് ചെയ്യുക. ബാക്കിയുള്ള ഒക്കെ സെയിം പ്രോസസ്സുകളാണ്. നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ നടക്കുന്നത്. അതിനുള്ള മെറ്റീരിയൽസ് അതിനെന്താ ഡിഫറെന്റ് ആയി. കാരണം എന്താണ്? നമുക്ക് മൈക്രോവേവ് റേഞ്ചിലുള്ള സംഭവമാണ് കിട്ടുന്നത്. The concept of the maser was developed by Charles H. Townes. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്, ആ പേര്. ഈ സയന്റിസ്റ്റിന്റെ പേര് ഭയങ്കര ഇമ്പോർട്ടന്റ്. അദ്ദേഹമാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്. 1950s ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത്. ദെൻ ഇതിന് മെറ്റീരിയൽസ് കോമൺ ആയിട്ട് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന അമോണിയ, NH3, പിന്നെ റുബീഡിയം ആൻഡ് വേരിയസ് അതർ ഗ്യാസസ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ടാണ് അമോണിയ, റുബീഡിയം ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ,
നമുക്ക് കിട്ടേണ്ടത് എന്താണ് മൈക്രോവേവിന്റെ ഇതാണ്. അപ്പൊ ഇത് മാസ്റ്ററിനൊക്കെ ഭയങ്കര ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം മൈക്രോവേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോവേവിനൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽസ് പോകുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള മാസ്റ്ററിനെ കുറിച്ച്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്താണ്, അത് ആരാണ് ഇൻവെന്റ് ചെയ്തത്, മെറ്റീരിയൽസ്, മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണ്, അത്ര മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാക്സിമം സിലബസ് ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സിലബസിന്റെ പുറത്തുള്ള 2-3 ടോപ്പിക്കുകൾ നിങ്ങളെ എക്സാമിന്റെ പേപ്പർ നോക്കിയപ്പോൾ മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ബേസിൽ എക്സ്ട്രാ സം ടോപ്പിക് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ നിങ്ങൾ എപ്പോഴും ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക്, പ്രിഫേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാനല്ല. ഞാൻ ഇത് കംപ്ലീറ്റ് റെഫർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദ ഫണ്ടമെന്റൽ ഓഫ് ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞത് സാലെ ആൻഡ് ടെക് എന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇതാക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന വേർഡ്സുകളാണ്. അതുപോലെ തന്നെ വേറെയും ലേസറിന്റെ അല്ലെ ഫൈബർ ഓപ്റ്റിക്സിന്റെ ഒക്കെ ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളെ ഐ തിങ്ക് നിങ്ങൾ ഒപ്റ്റിക്സിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഉണ്ടാവും ഡിഗ്രി ലെവലിലൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് പോർഷൻസ് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി കെയർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഉള്ള സമയത്ത് ഐ തിങ്ക് എക്സാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊടുക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു പോർഷൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചാപ്റ്റർ. ഞാൻ നോക്കിയത് വെച്ചിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ വീഡിയോസും നോട്ട്സും MCQ ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കുറെയൊക്കെ കൂടെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, മെയിൻ കോൺസെപ്റ്റുകളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ സബ് ടോപ്പിക് ആയിട്ട് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ സിലബസിൽ പറയാത്ത ഏതെങ്കിലും ടോപ്പിക്കുകൾ എക്സാമിന് വരികയാണെങ്കിൽ, കാരണം സിലബസിലുള്ള ഈച്ച് ആൻഡ് സംഭവങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂള് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയറിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തരാം. മീൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം മെയിൻ ആയിട്ട് വന്നിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഞാൻ ഇവിടെ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ കൺസെപ്റ്റുകളാണ്. നമ്മൾ കുറെയൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ MCQ ക്വസ്റ്റ്യൻസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്ന്, ക്വസ്റ്റ്യൻ 1 എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ജനറേഷൻ ഓഫ് ലേസർ പൾസ്. ലേസർ പൾസസ് അല്ലെ, പൾസ്ഡ് ലേസർ നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് പൾസറും ലേസറും ഉണ്ട്. അപ്പം ഈ ഒരു ലേസർ പൾസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഇതിൽ ഏതാണ്? ND യാഗ് ലേസർ ആണ്. നമ്മൾ അവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ND യാഗ് ലേസർ ആണ് ഏറ്റവും നല്ലത്. അപ്പം അത് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. HENE ആണ് ലേസർ ആണെങ്കിൽ തീരെ നമ്മൾ എന്ത് ചെയ്യൂല, പൾസർ ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ദെൻ ഇനി ഇതൊരു പ്രോബ്ലം ആണ്. ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഫോർ 2.5 milliwatt HENE ലേസർ ഈസ്. ഇത് HENE ലേസറിനെ കൊണ്ട് എന്താണ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 2.5 milliwatt ആണ്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിലുള്ള പവർ തന്നിട്ടുണ്ട്. പവർ ഈക്വൽ എത്രയാണ്? 2.5 milliwatt. 2.5 milliwatt തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് HENE ലേസറിന്റെ വേവ് ലെങ്ത് നമുക്കറിയാം. വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് എത്ര? നമ്മൾ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ പഠിക്കണം കേട്ടോ. 632.8 നാനോമീറ്റർ. 632.8 നാനോമീറ്റർ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക്? അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ വേവ് ലെങ്ത് ഒന്നും തരൂല. കണ്ടില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓരോ വേവ് ലെങ്ത്തുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഒക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ട് വന്നു. ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് ഫോട്ടോൺസ് കാണുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഇക്വേഷൻസ് E1 ഇൻ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ. പവർ ഡിവൈഡഡ് ബൈ എനർജി അല്ലെ? പവറിനെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് കിട്ടുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ആ ഇക്വേഷൻസ്. ദെൻ പവർ ഇവിടെ എത്രയാണ്? 2.5 മില്ലി വാട്ട് ആണ്. അപ്പൊ 10⁻³ അല്ലെ? മില്ലി വാട്ട് മാറ്റി. എനർജി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ ലാംഡ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എനർജി E എന്ന് കൊടുക്കുക. ദെൻ നമുക്ക് ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? സോ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എനർജി E എന്ന് പറഞ്ഞാൽ എന്താണ്? H ന്യൂ അല്ലെ? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് H ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? C/λ. HC/λ എന്ന് വരും. സോ E is equal to H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ്. ഇത്ര വാല്യൂ 6.626 into 10⁻⁻34 into വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 into 10⁻8 ഡിവൈഡഡ് ബൈ ലാംഡ ഇവിടെ എത്രയാണ്? 632.8 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇൻറ്റു 10⁻⁻9. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സം വാല്യൂ വരിക 3 പോയിന്റ് സംതിങ് ആണ് വരിക. കറക്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 3.14 into 10⁻⁻19 ഓർ സംതിങ് അങ്ങനെ എന്തോന്നാണ് വരുന്നത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇത്. ദെൻ ഇനിയൊന്നുമില്ല. നമ്പർ ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഈ എനർജി എന്ത് ചെയ്താൽ മതി? ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 2.5 into 10⁻⁻3 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് കിട്ടിയ ഈ എനർജി ഉണ്ടല്ലോ. ഇത് ഒന്ന് കൺഫേം ചെയ്യണേ. 3.14 into 10⁻⁻90 ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണേ. അത്ര ഷുവർ ഇല്ല. അപ്പം ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും. 7.9 into 10⁻15 ഇതായിരിക്കും നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റ ഇതേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. പവർ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഫോട്ടോൺ കാണുക എന്നുള്ളതാണ്. അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ വേവ് ലെങ്ത്. ഏത് ലേസർ ആണോ ഇവിടെ തരുന്നത് ആ ലേസറിന്റെ വേവ് ലെങ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ടും HNE അതുപോലെ തന്നെ ND ആഗ് ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. ലൂടെയാണ് ചോദിക്കൂല. പിന്നെ റൂബി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ അറ്റ്ലീസ്റ്റ് വേവ് ലെങ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് നാനോമീറ്ററിലാണോ ഉള്ളത് അല്ല മൈക്രോമീറ്ററിലാണോ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അത് കൺവേർഷൻ നടത്താൻ. എന്നിട്ട് ജസ്റ്റ് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യുക. എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും. അത് യൂസ് ചെയ്ത് എനർജി കാണുക. ദെൻ പവറിനെ എനർജിയോട് ഡിവൈഡ് ചെയ്യുക. അത് കിട്ടുന്നതായിരിക്കും നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഇങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which among the following is not materially used in laser source in the fiber optics? ഫൈബർ ഒപ്റ്റിക്സിൽ ലേസർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാത്ത ഏതാണ്? ഇത് ശ്രദ്ധിക്കുക. HENE എന്ന് പറഞ്ഞ ലേസർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഹീലിയം നിയോൺ പഠിച്ചിട്ടുണ്ട്. ആർഗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ND പഠിച്ചിട്ടുണ്ട്. ND ആഗ് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ പഠിക്കാതെ ഒരൊറ്റ സാധനം എന്ത്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലൂമിനസ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ഫോസ്ഫറസ് അല്ലെ? നിങ്ങൾ മെറ്റീരിയൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫോസ്ഫറസ് ആണ് വേറൊരു മെറ്റീരിയൽ ആണ്. ലൂമിനസൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അത് നമ്മൾ എന്തിനു യൂസ് ചെയ്യൂല? ലേസർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യൂല. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ഫോസ്ഫറസ് ആണ്. Then question number 4. Optical fiber are not used in. നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഏതിനാണ് യൂസ് ചെയ്യാത്തത്? അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ എൻഡോസ്കോപ്പിക് യൂസ് ചെയ്യുന്നുണ്ട്, MRI, PET സ്കാനിങ്, ഈ 3 പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ആരെ ഞാൻ പറഞ്ഞിട്ടില്ല? CAT സ്കാനിങ്ങിന് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത് ഓർത്ത് വെക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ എന്തിനു യൂസ് ചെയ്യൂല? CAT സ്കാനിങ്ങിന് യൂസ് ചെയ്യൂല. ബാക്കിയുള്ളതിനൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഹൂ പ്രപ്പോസ് ദി കോൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് ഗ്യാസ് ലേസർ? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരാണ്? ലീ ജവാൻ. ഇത് നമ്മൾ ആ MCQ ക്വസ്റ്റ്യനിലും ഉണ്ടെന്ന് തോന്നുന്നു. Then next, the lower energy level contain more atoms than the upper level under the condition of.
അത് ഏതാണ് വരിക? ഇതൊരു കൺഫ്യൂസ്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ കണ്ടീഷൻ ഏതാണ്? പോപ്പുലേഷൻ. തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഇതില് ഈ ഐസോതെർമൽ പാക്കേജിങ് നമ്മൾ പഠിക്കാനേ ഇല്ല. പമ്പിങ് എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്ത് പമ്പിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് അല്ലെ? അപ്പൊ കണ്ടീഷൻ അല്ല പമ്പിങ് എന്നത്. പിന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളത്. അപ്പൊ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ട് ഏതാ നിങ്ങൾ എഴുതേണ്ടത്? അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ആണ്. ഞാൻ പ്രത്യേക അന്ന് ആ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ സ്ലൈഡിൽ. അപ്പൊ ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എല്ലാവരും പോപ്പുലേഷൻ ഇൻവേർഷൻ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് തെർമൽ ഇക്വിലിബ്രിയം ആണ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ. ആക്ച്വലി അത് നമ്മൾ ക്ലാസ്സിൽ എടുക്കാത്തതാണ്. ഇത് ബേസിക് ഓപ്റ്റിക്സ് ആണ്. നിങ്ങൾ +1 +2 ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ ആക്ച്വലി റിഫ്രാക്റ്റഡ് ടു ഫോം ദി ഫാൾസ് ഇമേജ് അറ്റ് ദി ഒബ്സർവർ ലൊക്കേഷൻ. അതിനെന്താ പറയാ? മിറാഷ്. മിറാഷ്. കാരണം ബൈ മിറാഷ് എന്ന് പറയാൻ കാരണം എന്താണ്? ഫാൾ ഒബ്ജക്റ്റ് ആണ് അല്ലെ? നമ്മുടെ മുമ്പില് നമ്മളിപ്പോ ഒരു ഭയങ്കര വെയിലുള്ള ദിവസങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ റോഡിൽ എന്ത് കാണാറുണ്ട്? വാട്ടർ, വെള്ളം. ഇലൂഷൻ പോലെ. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കാൻ പേരാണ് എന്ത്? മിറാഷ് എന്ന് പറയുന്നത്. ബൈ റിഫ്രഞ്ചൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടൈൻ മെറ്റീരിയൽസിലൂടെ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അത് 2 റേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓറേ ഈ റേ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓർഡിനറി റേ ആയിട്ടും എക്സ്ട്രാ ഓർഡിനറി റേ ആയിട്ടും. അതിനാണ് ബൈ റിഫ്രഞ്ചൻസ് എന്ന് പറയാൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്സ്റ്റക്കിളിന്റെ എന്താണ് സൈഡില് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യും? ബെൻഡിങ് സംഭവിക്കുന്നതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയാം. ഡീറ്റെയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടൻ മെറ്റീരിയലിൽ തട്ടിയിട്ട് അതിനെന്ത് ചെയ്യുക? അതിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുക. അതിനാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതൊന്നല്ല. ഇവിടെ മിറാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫാൾ ഒബ്ജക്റ്റ് നമ്മൾ കാണാം. അത് റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതും ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ ലീഡ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിയാൻ മതിയോ? നിങ്ങൾ 10th 9th ഒക്കെ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് ഒരു കോൺകേവ് മിറർ ഉണ്ട്. ആ മിററിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ 25 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 25 സെന്റിമീറ്റർ. ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ. ഇത് ഒരു കോൺകേവ് മിറർ ആയതുകൊണ്ട് നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കണം. അപ്പൊ നമ്മൾ ഒബ്ജക്ട് മൈനസ് ആണ് വരിക. കാരണം എന്താണ്? ലൈറ്റ് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും അല്ലേ? ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പൊ ഇതെന്താ വരിക? മൈനസ് ആയിരിക്കും വരിക. ഇനി നമുക്ക് വി വേണം അല്ലെ? എന്നാലേ നമുക്ക് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു ഹിന്റും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊഡ്യൂസ് ആൻ ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് 1.5 ടൈംസ് ദി സൈസ് ഓഫ് ദി ഫേസ്. അപ്പൊ ഫേസിനേക്കാൾ 1.5 ടൈംസ് ലാർജ് ആയിട്ടുള്ള സാധനം കിട്ടിയ. അപ്പം നിങ്ങൾ എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണ് തന്നത്. എന്താ തന്നത്? മാഗ്നിഫിക്കേഷൻ. ദാറ്റ് ഈസ് 1.5 അല്ലെ? എത്രത്തോളം എൻലാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അളവാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. -v/u. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. യു എത്രയാണ്? -25. Then 1.5. So മൈനസ് മൈനസ് ക്യാൻസൽ ആവും. സോ വി സിക്കൽ എന്താ വരിക? 1.5 into 25. സംതിങ് ലൈക്ക് ഇത് എത്ര വരിക? 37.5 ആണെന്ന് തോന്നുന്നത്. കാൽക്കുലേറ്റ് ചെയ്യണേ. 37.5 സെന്റിമീറ്റർ. കാരണം ഇത് സെന്റിമീറ്ററിലാണ് യു. അപ്പം വി കിട്ടി. ഇനി നമ്മുടെ ഫോക്കൽ ലെങ്തിന് ഇക്വേഷൻ എന്താണ്? 1/f ഈസ് ഈക്വൽ ടു 1/u. ഓക്കെ, 1/u. ഇത് മിറർ ഇക്വേഷൻ ആണ്. ലെൻസ് ഇക്വേഷൻ വേറെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണേ. ദെൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? യുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിന്റെ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് റെസിപ്രോക്കൽ എടുക്കാൻ മറന്നു വരുത് കേട്ടോ. റെസിപ്രോക്കൽ എടുത്തിട്ടില്ല ഈ ഇക്വേഷൻ കിട്ടൂല. അത് നിങ്ങൾ ലാസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? 75 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരെ എന്താണ്? ബി. ആൻസർ വരെ ബി ആണ്. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കണേ. ഇപ്പൊ ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ മിറർ ഇക്വേഷന്, ലെൻസ് ഇക്വേഷന്, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഒക്കെ നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം. അതൊക്കെ ബേസിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ അത് പറയാതിരുന്നത്. നിങ്ങൾ സിലബസിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് എപ്പോഴും. ക്വസ്റ്റ്യൻ നമ്പർ 9.
the red color of the sunset and sunrise is due to എന്താണ് Scattering. സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റുകളാണ് അല്ലെ. നമ്മുടെ ഒരു വൈറ്റ് ലൈറ്റ് വരികയാണ്, അത് 7 കളർ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ തന്നെ. അതല്ല ഇവിടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ അതും അല്ല ഇവിടെ നടക്കുന്നത്. പിന്നെ എന്താ സ്കാറ്ററിംഗ്. പിന്നെ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണ്, ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. അതും ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിയാൽ മാത്രം. അപ്പൊ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയ എന്താ സ്കാറ്ററിംഗ് ആണ്. മെയിൻലി ഈ സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷനെ കൊണ്ടാണ്. മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ സ്കാറ്ററിംഗ് ആണ് ഇവിടെ ഒക്കെ ചെയ്യുന്നത്. അതിനെക്കൊണ്ടാണ് നമ്മൾ സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും നമ്മൾ എന്ത് കാണുന്നത്? റെഡ് കളർ കാണും. ഇനി അപ്പൊ അത് എങ്ങനെ കാണുന്നത് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിലാണ്. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവും? ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതിലൊക്കെ എന്ത് ചെയ്യും? ഇത് വന്ന് ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഹയർ വേവ് ലെങ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടുന്ന് ഓവർകം ചെയ്തിട്ട് നമ്മൾ എടുത്തെത്തുള്ളൂ. ഹയർ വേവ് ലെങ്ത് പറഞ്ഞാൽ എന്താണ്? റെഡിന്റെ ഭാഗത്താണല്ലോ ഹയർ വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പം ആ വേവ് ലെങ്ത് മാത്രമേ നമ്മുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യുള്ളൂ? എത്തുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്കാറ്ററിംഗ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇത് സിമ്പിൾ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് ഡയമണ്ട് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡയമണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ വാക്വം. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് n നിങ്ങൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.5. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. n = c/v അല്ലേ? c എന്താണ്? Velocity of light. വെലോസിറ്റി. v എന്താണ്? മീഡിയത്തിലൂടെയുള്ള ലൈറ്റ്. അപ്പൊ ഇവിടെ മീഡിയം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ്. അപ്പം നമുക്ക് കാണേണ്ടത് v ആണ്. അപ്പൊ v = എന്ത് കിട്ടും? c/n എന്ന് കിട്ടും അല്ലെ. c എത്രയാണ്? 3 × 10⁸. എല്ലാവർക്കും ഡൗട്ട് ഇല്ല. n നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2.5. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 1.2 കിട്ടും. പിന്നെ 10⁸. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? m/s. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ 10ന്റെ പവർ ഇവിടെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ആൻസർ ഇവിടെ ഉണ്ട്. അപ്പൊ 10ന്റെ പവർ നിങ്ങൾ മിസ്റ്റേക്ക് വന്നാൽ ആൻസർ തെറ്റും. അപ്പൊ 10ന്റെ പവർ ഒക്കെ എന്താ കറക്റ്റ് നോക്കുക. ഇങ്ങനത്തെ ഒരു ഡിവിഷൻ ഒക്കെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ 10ന്റെ പവർ എടുക്കാതെ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യാം. ലാസ്റ്റ് 10ന്റെ ആ പവർ ആണ് ഇട്ടെടുത്താൽ മതി. 3/2.5 ചെയ്യാം. ദെൻ വിൽ ബി പുട്ട് 10⁸. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇപ്പം പഠിച്ചൊരു സംഭവമാണ് അറ്റനുവേഷൻ കോഎഫിഷ്യന്റ്. നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. ഓവറോൾ അറ്റനുവേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അറ്റനുവേഷൻ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 log 10 p in ഇൻപുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ. ഇതാണ് ഇക്വേഷൻ. ഇതിൽ p ഇൻപുട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. എത്രയാണ്? അപ്പം 10 log ബേസ് 10 ആണ്. p ഇൻപുട്ട് നിങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 100 milliwatt. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് എത്ര വന്നത്? 10 milliwatt അല്ലേ. പിന്നെ ശ്രദ്ധിക്കുക, രണ്ടും നിങ്ങൾക്ക് മില്ലിവാട്ടിലാണ് തന്നതുകൊണ്ട് നിങ്ങൾ എന്തിന്റെ ആവശ്യമില്ല? അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? മാറ്റേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഡിവിഷൻ കൂടി എടുക്കുന്നത്, അത് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ മതിയല്ലേ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന പോലെ. ദെൻ 10 log 10. ദെൻ 10 100 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉണ്ടാവുക? 10 ഉണ്ട്. 10 log 10 എന്ന് പറഞ്ഞാൽ എത്ര? log 10 എത്ര വരിക? 1 ആണ്. ബേസ് 10 അല്ലേ. അപ്പോൾ 10 എടുത്താൽ 1 ആണ് വരിക. നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. ദെൻ ആൽഫ = എന്ത് വരും? 10. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവറോൾ അറ്റനുവേഷൻ കോഎഫിഷ്യന്റ് ആണ്, ഡെസിബിളിലാണ് വരിക. അപ്പൊ 10 dB വരും. ഓപ്ഷൻ ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചോദിക്കട്ടോ. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ അത്യാവശ്യം ബേസ് അറിയുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒക്കെ ഡയറക്റ്റ് ആണ്. അല്ലാതെ വലിയ ചുറ്റി വളഞ്ഞിട്ട് ഉള്ള ചോദ്യം ഒന്നും ഈ ചാപ്റ്റർ ഒന്നും വരില്ല. ഇപ്പൊ നിങ്ങളെ ക്ലാസിക്കൽ മെക്കാനിക്സിലും ഇതിലൊക്കെ ചോദിക്കലുണ്ടാവാം. ഇതിലൊക്കെ ഡയറക്റ്റ് ആണ്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ അറിയാൻ മതി, വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട. ഓക്കെ, ദെൻ മറ്റൊരു പ്രോബ്ലം. ഇതും ഒരു പ്രോബ്ലം ആണ്. ദ വേവ് ലെങ്ത് ഓഫ് ദി ഫോട്ടോൺ. ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ അതേ സാധനം, വേവ് ലെങ്ത് ഓഫ് ദി ഫോട്ടോൺ. എനർജി തന്നിട്ടുണ്ട്. എത്രയാണ്? E is equal to യെസ്, ഇവിടെ എനർജി ഇങ്ങനെ തന്നെ 3.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദെൻ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ hc/λ ആണ്. അങ്ങനെയാണ് ലാംഡ ഇക്വേഷൻ എന്താ വരിക? hc/λ
E. H എന്താണ് 6.626 into 10 raised minus 30. 34. C 3 3 into straight. ആ ഇവിടെ എത്രയാണ് 3.6 3.6. പക്ഷെ ഇവിടെ എന്തിലാ തന്നിട്ടുള്ളത് electron-volt in ഇലക്ട്രോൺ വോൾട്ടിലാണ് മാറ്റണം 1.6 into raised minus 90. അത് മറക്കരുത്, അത് മറന്നിട്ടുണ്ട്, ഒക്കെ കൊളാവും. 10⁻⁻90. ഇതിപ്പോ നിങ്ങൾ 4 ഓപ്ഷൻ തന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇത് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷനിൽ ഏതും കിട്ടലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആണ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര തെറ്റിലാണ് വരും ഈ ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റിയിട്ടില്ലെങ്കിൽ. ദെൻ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 345 നാനോമീറ്റർ എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അല്ലെ വർക്ക്ഔട്ട് ചെയ്യൽ മസ്റ്റ് ആണ്. അല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ calculator നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാൽക്കുലേറ്റർ അലൗഡ് അല്ലല്ലേ? അല്ല, PSC അല്ലേ? പക്ഷെ ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അറിയോ? into 10 വെച്ചിട്ട് എല്ലാത്തിനും അതറിയാലോ, പോയിന്റ് ഡിവിഷൻസ് അറിയാലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല അറിയോ? ഇത് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇത് 2-3 ഡിജിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ എന്ത് ചെയ്താൽ ഈ പോയിന്റിന് ശേഷം ഒറ്റ ഡിജിറ്റ് എടുക്കുക ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ആവും. ഏകദേശം അറൗണ്ട് നിങ്ങൾക്ക് എന്തായാലും 3 സംതിങ് കിട്ടിയാൽ ആ ആൻസർ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇവിടെ പോയിന്റ് മാറ്റിയാലും ഈ വാല്യൂല് ചിലപ്പോ എന്ത് ചെയ്യാം, ചേഞ്ച് ഉണ്ടാവാം. അറൗണ്ട് അത് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഏതാ ഓപ്ഷൻ ഉണ്ടാവാം. അത് ചെയ്താൽ മതി. അങ്ങനത്തെ ഒക്കെ ചോദിക്കുള്ളൂ, അല്ലാതെ വലിയ ഡിഫിക്കൽട്ടി ഒന്നും പോലുണ്ടാവും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മാസ്റ്റർ ആരാണ് ഇൻവെന്റ് ചെയ്തത്? ചാൾസ് ടൗൺസ്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ളൊക്കെ നമ്മൾ MCQയിലും ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ മാക്സിമം ഞാൻ വന്ന സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ വരുള്ളൂ പ്രോബ്ലംസ് എന്ന് അറിയാൻ. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കാരണം നിങ്ങൾ ആ ഫണ്ടമെന്റൽ ഒപ്റ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അത് എന്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ അതിന്റെ ബേസിലൂടെ ഒന്ന് പഠിക്കും. ലെൻസ് മേക്ക് ഫോർമുല എന്ന് പറയുന്ന μ-1 ഫ്രണ്ടിൽ വരുന്നതാണോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല? യെസ്. അപ്പൊ നിങ്ങളെ 1/R2 - 1/R1 അങ്ങനെയാണോ? അത് കംപ്ലീറ്റ് വലിയൊരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. നോക്കിക്കോളൂ. ശരി. അപ്പൊ അത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് +2ന്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഉണ്ട് കൃത്യമായിട്ട്. +2ലാണ് തോന്നുന്നത്. ഒപ്റ്റിക്സിന്റെ ഡിഗ്രി ലെവലൊന്നും എടുത്തു നോക്കിയില്ല. +2 ടെക്സ്റ്റ് ബുക്കിൽ ആ കംപ്ലീറ്റ് ഉണ്ട്. ഒപ്റ്റിക്സിന്റെ 2 ചാപ്റ്ററുകളില്ലേ, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഉണ്ട്. വേവ് ഒപ്റ്റിക്സ് നിങ്ങൾ കറക്റ്റ് നോക്കണമെന്നില്ല. അപ്പം റേ ഒപ്റ്റിക്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. വേവ് ഒപ്റ്റിക്സ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കാരണം അതിൽ കുറെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കാവുന്നതല്ല. അല്ല, ഡെറിവേഷൻ ഒന്നും നോക്കി പഠിക്കണ്ട കേട്ടോ. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയി പോകും. പക്ഷെ നിങ്ങൾ ആ സ്ട്രക്ചർ അറിയാം. പിന്നെ ഈ എന്താണ് സൈൻ കൺവെൻഷൻ എടുക്കുന്നത് എങ്ങനെയാ നോക്കുക. കാരണം R1 R2 റേഡിയസ് ഒക്കെ എടുക്കുന്നതേ, റേഡിയസ് ഒക്കെ 60 ഒക്കെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം തെറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏകദേശം നമ്മുടെ മൊഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മെസ്സേജ് ചെയ്താൽ ഞാൻ നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.